നമസ്കാരം. ശശി തരൂർ എന്ന കേരള രാഷ്ട്രീയത്തിലെ മഹാമേരുവിനെ നേരിടാൻ വേണ്ടി ആര് എന്നുള്ള ചോദ്യം കേന്ദ്രം ഭരിക്കുന്ന BJPയെ ചെറുതായിട്ടൊന്നുമല്ല അലട്ടിയിരുന്നത്. കേരളത്തിൽ അതിനു പോന്ന തലപ്പൊക്കമുള്ള നേതാക്കൾ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് തുടക്ക സമയത്ത് ചില ദേശീയ നേതാക്കളുടെ പേരുകൾ ഇതിലേക്ക് വന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് നിർമ്മല സീതാരാമന്റെയും S ജയശങ്കറിന്റെയും ഉൾപ്പെടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ ഇവിടെ പറ്റിയ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി മലയാളിയായ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് എന്ന തിരിച്ചറിവ് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. പിന്നെ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിറയാൻ സാധിക്കുമോ എന്നതായിരുന്നു. പോസ്റ്ററുകളിലൂടെയും ഫ്ലെക്സുകളിലൂടെയും മാത്രം ഒരിക്കലും ജനഹൃദയം കീഴടക്കാൻ സാധിക്കില്ല. പക്ഷേ തൻ്റെ പ്രവർത്തികൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് NDA സ്ഥാനാർത്ഥി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. നമുക്കറിയാം, കടലാക്രമണ ഭീഷണിയിൽ ദുരിതം അനുഭവിക്കുന്ന തീരദേശ ജനതയെ അദ്ദേഹം ചേർത്ത് പിടിക്കുക മാത്രമല്ല, ഉടൻ തന്നെ അവിടുത്തെ എല്ലാ പ്രശ്നപരിഹാരത്തിനും ദ്രുതഗതിയിൽ നീക്കം ആരംഭിക്കുകയും ചെയ്തു. ഇതോടുകൂടി കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് ആയിരുന്ന തീരദേശ മേഖലയിലേക്കാണ് രാജീവ് ചന്ദ്രശേഖർ കടന്നു കയറിയിരിക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും. നെയ്യാറ്റിൻകര അടക്കമുള്ള കുടിവെള്ളക്ഷാമം വലിയ തോതിൽ നേരിടുന്ന പ്രദേശങ്ങളിലൊക്കെയും രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ട പരിഹാരം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി വാക്കിലോ പ്രസംഗത്തിലോ അല്ല കാര്യം, മറിച്ച് പ്രവൃത്തിയിലാണ് എന്നത് ജനങ്ങൾക്കും ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരമ്പരാഗത തരൂർ ഭക്തർ പോലും BJP പാളയത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു കാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം വികസനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് കളം നിറയുന്നത്. അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നതും ആ നിലയ്ക്ക് തന്നെയാണ്. തിരുവനന്തപുരത്തിന്റെ വികസനമാണ് രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾക്ക് നൽകുന്ന ഗ്യാരണ്ടി. എന്തായാലും പ്രചരണ രംഗത്തുൾപ്പെടെ ശശി തരൂരിനെ അതിവേഗം മറികടക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.